നമസ്കാരം. ഈ കഴിഞ്ഞ ദിവസം വളരെ വിചിത്രമായിട്ടുള്ളൊരു വാർത്ത കേരളത്തിലെ മുഖ്യധാര മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുകയുണ്ടായി. ചങ്ങനാശ്ശേരിയിൽ സഭയുടെ കീഴിലുള്ള ഒരു ആശുപത്രിയിൽ കന്യാസ്ത്രീ പീഡനത്തിന് ഇരയായി ഒരു തവണയല്ല 2 തവണയിൽ പലതവണ പീഡിപ്പിച്ചു എന്ന രീതിയിലുള്ള വാർത്ത. വളരെ സത്യവിരുദ്ധമായിട്ടുള്ള തലക്കെട്ടോടുകൂടി തന്നെയാണ് മാധ്യമങ്ങൾ ആ വാർത്ത പ്രചരിപ്പിച്ചത്. എന്നാൽ അതിൻ്റെ വാസ്തവത്തിലേക്ക് നാം ആഴത്തിലേക്ക് പരിശോധിച്ച് നോക്കുമ്പോൾ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആ ആശുപത്രിയിലെ മുൻ HR മാനേജറായിരുന്ന വ്യക്തി കന്യാസ്ത്രീയോട് അപമര്യാദയായി പെരുമാറി എന്നതാണ് ആ വാർത്തയുടെ ഒരു വാസ്തവം. പക്ഷേ മാധ്യമങ്ങൾ വളച്ചൊടിച്ച് മറ്റൊരു രീതിയിൽ ഈ ഒരു വാർത്ത അവതരിപ്പിച്ചു. എന്താണ് യഥാർത്ഥത്തിൽ ഇവരുടെ ഒരു ലക്ഷ്യം? ഈ പ്രവണത കേരളത്തിലെ ആരോഗ്യകരമായിട്ടുള്ള മാധ്യമ സംസ്കാരത്തിന് മങ്ങൽ ഏൽപ്പിക്കുമോ? ഈ വിഷയങ്ങളെപ്പറ്റി സുപ്രധാന നിരീക്ഷണങ്ങളുമായി ഇന്ന് നമ്മോടൊപ്പമുള്ളത് സാമൂഹ്യ നിരീക്ഷകൻ ഫാദർ ജോഷി മയ്യാറ്റിലാണ്. അച്ഛാ, സ്വാഗതം. ഈ കഴിഞ്ഞ ദിവസം തന്നെ വിവിധ മാധ്യമങ്ങൾ ആ വാർത്ത റിപ്പോർട്ട് ചെയ്ത ആ ഒരു പ്രവണത വളരെ വിമർശനത്തിന് വിധേയമാക്കിയിരുന്നു. അതിൻ്റെ സത്യാവസ്ഥ പുറത്തു വന്നപ്പോഴാണ് യഥാർത്ഥത്തിൽ ആ വാർത്തയുമായി ബന്ധപ്പെട്ട് എന്താണ് നടന്നതെന്ന് പൊതുസമൂഹത്തിന് മനസ്സിലാക്കാൻ സാധിച്ചത്. ഇത് ഒരു ആരോഗ്യകരമായിട്ടുള്ള പ്രവണതയാണോ നമ്മുടെ കേരളത്തിലെ മാധ്യമ രംഗത്തെ സംബന്ധിച്ച്? ഫാദർ ജോഷി മയ്യാറ്റിൽ. ജോർജി, വളരെ വിഷമത്തോടെയാണ് നമ്മൾ ആ വാർത്ത കേട്ടപ്പോൾ. അത് പല ചാനലുകളിൽ, ഒന്നല്ല രണ്ടല്ല, പല ചാനലുകളിൽ ആ വാർത്ത റിപ്പോർട്ട് ചെയ്തത് സത്യത്തിൽ നമ്മളെയൊക്കെ വളരെ വിഷമിപ്പിച്ചു. അത് ആ നേരത്തെ നമ്മളൊന്നും അറിയുന്നില്ലല്ലോ, ഇതിന്റെ സത്യം എന്താണെന്ന് അറിയുന്നില്ല. അപ്പൊ മാധ്യമങ്ങള് പറയുന്നതല്ലേ നമ്മൾ കേൾക്കുന്നേ. വളരെ വിഷമം ആ നേരത്തെ ആ ചാനലുകൾ കണ്ട എല്ലാവർക്കും. അത് ക്രൈസ്തവരെന്നോ ഒന്നുമില്ല. കാരണം സന്യാസിനികളോട് പൊതുജനത്തിന് വലിയ സ്നേഹവും വലിയ ആദരവാണുള്ളത്. അത്രമാത്രം ശുശ്രൂഷയും അത്രമാത്രം സ്നേഹവും അത്രമാത്രം കാരുണ്യമാണ് നമ്മുടെ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് ഇവിടെയുള്ള എല്ലാ മനുഷ്യർക്കും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് നമ്മുടെ സ്കൂളുകളിലാവട്ടെ, നമ്മുടെ ഹോസ്പിറ്റലുകളിലാവട്ടെ, മറ്റു സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങളിലാവട്ടെ, ആരും പോലും ഇല്ലാത്തവരുടെ കാര്യത്തിലാവട്ടെ, വൃദ്ധസദനങ്ങളിലാവട്ടെ, അവിടെയെല്ലാം നമ്മുടെ സിസ്റ്റേഴ്സ് എത്രമാത്രം സ്നേഹത്തോടെയാണ് ഈ നമ്മുടെ മനുഷ്യരൊക്കെ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോ അത്തരത്തിൽ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിന് അങ്ങനെയുള്ളൊരു അവസ്ഥ ഉണ്ടാകുന്നു എന്ന് കേൾക്കുമ്പോ അത് പൊതുജനത്തിന്, കേരളത്തിലെ ജനത്തിന് അത് സഹിക്കാനാവില്ല. അപ്പോഴ് അത്തരത്തിലുള്ളൊരു ന്യൂസ് പടച്ചുവിടാനായിട്ട് ഈ മാധ്യമങ്ങള്, അതും മുഖ്യധാര ന്യൂസ് ചാനലുകള് എന്തിന് തയ്യാറായി എന്നുള്ളൊരു ചോദ്യം എനിക്ക് തോന്നുന്നത് അതിന് പല കാരണങ്ങളുണ്ട് ജോർജ്. ഒന്ന്, എനിക്ക് തോന്നുന്നത് ഈ മീഡിയയുടെ പ്രൊഫഷണൽ എത്തിക്സിന്റെ ഒരു വിഷയമുണ്ട്. സത്യത്തിൽ ഈ കാലഘട്ടത്തിൽ ശരിക്കൊന്ന് നോക്കിയാൽ ഈ പ്രൊഫഷണൽ എത്തിക്സ് എന്ന് പറയുന്ന സംഗതി മീഡിയയ്ക്ക് പൂർണ്ണമായും അന്യമായി എന്ന് തോന്നുകയാണ്. വിശ്വസിക്കാൻ കൊള്ളാത്ത ആളുകളായി മാധ്യമ പ്രവർത്തകരെ ജനം അങ്ങനെ കരുതുന്നത് അങ്ങേറ്റം മോശമായ ഒരു അവസ്ഥയാണ്. അത്തരത്തിൽ ഉള്ള ഒരു ചീത്തപ്പേര് ഉണ്ടാക്കി വെക്കുന്നതിന് അവർക്ക് ഒരു കുഴപ്പമില്ല എന്നാണ് ഇതൊക്കെ കാണിക്കുന്നത്. ഒരു പരാതി വന്നെങ്കിൽ ആ പരാതിയുടെ ഉള്ളടക്കം എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് റിപ്പോർട്ട് ചെയ്യാനുള്ള ഒരു സാമാന്യ ബോധവും സാമാന്യ ബാധ്യതയും അവർക്കുള്ളതല്ലേ. പക്ഷെ എങ്ങനെയാണ് ഇത്തരത്തിൽ, അതും പറഞ്ഞത് എന്തൊക്കെയായിരുന്നു ജോർജ്? ഞാൻ നേരിട്ട് അത് കണ്ടോന്ന് അറിഞ്ഞുകൂടാ. ഞാൻ കണ്ടു, വളരെ വിഷമിച്ചതാണ്. അത് ഒരു കന്യാസ്ത്രീ പീഡിപ്പിച്ചു, പലവട്ടം പീഡിപ്പിച്ചു. നിരവധി കന്യാസ്ത്രീകൾ പീഡനത്തിനിരയായി എന്നാണ് വിവരം. പ്രതിയെ ചോദ്യം ചെയ്ത് കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കാനുള്ള ശ്രമത്തിലാണ്. ഇങ്ങനെ പെരുപ്പിച്ച് വാർത്തകള് കൊടുത്തപ്പോൾ സത്യത്തിൽ അതിലൂടെ അവരെന്താ ആഗ്രഹിച്ചത്? എനിക്ക് തോന്നുന്നു ഒന്നാമത്തത് റേറ്റിംഗ് കൂട്ടുക എന്നുള്ള ഒരു തത്രപ്പാടിലാണ് നമ്മുടെ മാധ്യമങ്ങൾ എന്ന് എനിക്ക് തോന്നിപ്പോകുന്നുണ്ട്. രണ്ട്, ഒരു പ്രത്യയശാസ്ത്രപരമായ എന്തോ ചങ്ങലകളിലാണ് പല ന്യൂസ് ചാനലുകളും എന്നും പറയേണ്ടി വരുന്നു. പ്രത്യയശാസ്ത്രപരമായ ചങ്ങലകള്. അതിലൂടെ വരുന്നത് എന്താണ്? ഒരു ക്രൈസ്തവ വിരുദ്ധത. അതിനുള്ള സാവകാശം, അതിനുള്ള അവസരം എവിടെയുണ്ടോ അവിടെ എങ്ങനെ ദ്രോഹിക്കാമോ, എന്തു നുണ പറഞ്ഞും എങ്ങനെ ദ്രോഹിക്കാമോ, എന്ത് മോശമായ വാർത്ത ചെയ്തും ക്രൈസ്തവ സമൂഹത്തെ ദ്രോഹിക്കാമോ, അതിന് തയ്യാറാകുന്ന ഒരു കൂട്ടര് മാധ്യമ മേഖലയിൽ ഉണ്ട് എന്നത് വാസ്തവമാണ്. അത് നമുക്ക് തുടരെ ഉണ്ടാകുന്ന വാർത്താ
വാർത്തകളിലും അതുപോലെ വാർത്താ വ്യാഖ്യാനങ്ങളിലും ഒക്കെ നമുക്ക് കാണാവുന്നതാണ്. പക്ഷേ അതിലൂടെ വരുന്ന അബദ്ധം എന്താണ്? ഒന്ന്, ഇവരുടെ ഈ പ്രൊഫഷണൽ എത്തിക്സ് മറന്നുള്ള ഇവരുടെ പ്രവർത്തനവും ഐഡിയോളജിക്കലായിട്ടുള്ള അടിമത്തം പോലെയുള്ള കാര്യങ്ങളും സത്യത്തിൽ ഇവരെ എത്തിക്കുന്നത് ഇവരുടെ അപ്രസക്തിയിലേക്കാണ്. ഇതാണ് അതിന്റെ പ്രശ്നം. ഓക്കെ. അടിസ്ഥാനപരമായി അപ്രസക്തമായി തീരുകയാണ് ന്യൂസ് ചാനലുകൾ. ഓക്കെ. മറ്റൊരു കാര്യം വെച്ചാൽ നമുക്കറിയാം, ഈ നാടോടിക്കാറ്റ് സിനിമയിലാണെന്ന് തോന്നുന്നു ഒരു ഫേമസ് ഒരു ഡയലോഗുണ്ട്, എൻ്റെയും ചേട്ടൻ്റെ ശബ്ദം ഒരുപോലെ ഇരിക്കുന്നു എന്ന് പറയുന്നു. നമ്മൾ ഈ സഭാപരമായിട്ടുള്ള വാർത്തകളുടെ കാര്യത്തിൽ, ഇത്തരം വാർത്തകളുടെ കാര്യത്തിൽ നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങളുടെ ശബ്ദമൊക്കെ ഒരുപോലെ തന്നെയാണ് ഇരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസത്തെ വാർത്ത തന്നെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഏകദേശം സെയിം സ്ക്രിപ്റ്റ് തന്നെയാണ്. ആ സെയിം സ്ക്രിപ്റ്റ് ഒന്നല്ലെങ്കിൽ വേറൊരു രീതിയിൽ അവതരിപ്പിക്കുന്നു. എന്തുകൊണ്ട് ഈ സഭയുടെ കാര്യം വരുമ്പോൾ, സഭയുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ വരുമ്പോൾ ഒരു സെയിം പാറ്റേണിൽ നമ്മുടെ മാധ്യമങ്ങൾ ഇത്തരത്തിൽ പ്രതികരിക്കുന്നു? ഞാൻ നേരത്തെ പറഞ്ഞ ഐഡിയോളജി തന്നെയാണ് വിഷയം ജോർജ്. ഞാൻ കാണുന്നത് ഐഡിയോളജിയാണ്. ഇതിന്റെ പിന്നിൽ ഇവിടെ കേരളത്തിൽ ശക്തമായിട്ടുള്ള ചില സാമൂഹ്യ വിരുദ്ധ മതരാഷ്ട്ര താല്പര്യങ്ങളുള്ള ചില കൂട്ടർ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അത്തരത്തിൽ മതരാഷ്ട്ര ധാരണകളുള്ള ചില കൂട്ടർക്ക് ക്രൈസ്തവ വിരുദ്ധമായ വാർത്തകൾ പടച്ചുവിടേണ്ടത് ആവശ്യമാണ്. അത് മതരാഷ്ട്ര ചിന്തകളുള്ള ആർക്കും. അത് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ക്രൈസ്തവ ബോധ്യങ്ങൾ അനുസരിച്ച് സീസറിനുള്ളത് സീസറിനും ദൈവത്തിനുള്ളത് ദൈവത്തിനുമാണ്. അതുകൊണ്ട് തന്നെ ജനാധിപത്യപരമായും മതേതരപരമായും നമ്മുടെ രാഷ്ട്രം മുന്നോട്ട് നീങ്ങണം എന്നുള്ള കാര്യത്തിൽ ക്രൈസ്തവരായ നമുക്ക് നിർബന്ധമുണ്ട്. അത് വളരെ ശരി തന്നെയാണ്. പക്ഷേ മറ്റു താല്പര്യങ്ങളുള്ള, പ്രത്യേകിച്ച് മതരാഷ്ട്ര താല്പര്യങ്ങളുള്ളവര് നമ്മുടെ മീഡിയകളിൽ പിടിമുറുക്കി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് കൂടിയാണ് ഇവിടെ കാണുന്നത്. അല്ലെങ്കിൽ എന്തുകൊണ്ട് ക്രൈസ്തവ സന്യാസിനികള്, എന്തുകൊണ്ട് ക്രൈസ്തവ സഭ ഇവിടെയുള്ള വിഷയങ്ങളില് നോക്കണം. ഈ കഴിഞ്ഞ നാളുകളിൽ ഉണ്ടായിട്ടുള്ള ഇപ്പൊ കക്കുകളി വിഷയം, നമ്മള് ഈ പറഞ്ഞ ഒരു ഐഡിയോളജിക്കൽ വിഷയം നോക്കുകയാണെങ്കിൽ കക്കുകളി വിഷയം ഇത് മതരാഷ്ട്ര താല്പര്യത്തിന്റെ മാത്രമല്ല, അതിനപ്പുറത്ത് ചില വോട്ട് ബാങ്കിന്റെ താല്പര്യവും കൂടിയുണ്ട്. വോട്ട് ബാങ്ക് ഇതെല്ലാം കണക്റ്റഡ് ആണ്. അങ്ങനെ വരുമ്പോൾ അത്തരത്തിലുള്ള രീതിയിൽ ന്യൂസുകൾ പടച്ചുവിടാനും, ഇനി അത് മാത്രമല്ല, ഇത്തരത്തിൽ ന്യൂസുകൾ പടച്ചുവിടുമ്പോഴുണ്ടല്ലോ മറ്റു പല സംഗതികളെയും മൂടി വെക്കാനായിട്ട് അവർക്ക് സാധിക്കും. അതും കൂടി നമ്മൾ കാണേണ്ടതുണ്ട്. അപ്പോ അത്തരത്തിൽ പല കാര്യങ്ങളെയും മൂടി വെച്ചുകൊണ്ട്, പ്രത്യേകിച്ച് ഇവിടെ കേരളത്തിൽ ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു മതരാഷ്ട്ര ചിന്താഗതിയെ മൂടി വയ്ക്കാനായിട്ട് ഇതുപോലുള്ള ഇക്കിളിപ്പെടുത്തുന്ന ന്യൂസുകളും അസത്യപരമായ വ്യാഖ്യാനങ്ങളും ഒക്കെ കൊടുക്കേണ്ടത് ചിലർക്ക് ആവശ്യമാണ്. ഇതൊക്കെയാണ് എനിക്ക് ഇക്കാര്യത്തിൽ പറയാൻ തോന്നുന്നത്. തീർച്ചയായും വളരെ നന്ദി ചേച്ചി. നമുക്കറിയാം, ജനാധിപത്യത്തിൻ്റെ ഒരു തൂണാണ് ഈ മാധ്യമങ്ങൾ എന്ന് പറയുന്നത്. ഒരിക്കലും മാധ്യമങ്ങൾ ഹൈജാക്ക് ചെയ്യപ്പെടരുത്, സ്വാർത്ഥപരമായിട്ടുള്ള താല്പര്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കരുത്, നിക്ഷിപ്ത താല്പര്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കരുത്, രാജ്യനന്മയ്ക്ക് വേണ്ടി, പൊതു നന്മയ്ക്ക് വേണ്ടി നിഷ്പക്ഷമായി പ്രവർത്തിക്കുവാൻ ഇവിടുത്തെ മാധ്യമങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ വിഷയത്തിൽ വളരെ ശക്തവും വ്യക്തവുമായിട്ടുള്ള നിലപാട് അറിയിച്ച ഫാദർ ജോഷി മേയാറ്റിൽ നന്ദി. താങ്ക് യു.